ചെടി വാങ്ങിക്കാൻ വന്നിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഇവിടെ ഉണ്ടെന്നറിഞ്ഞത്? ഞാൻ ഫേസ്ബുക്കിൽ കണ്ടിട്ടാണ് അറിഞ്ഞത്. അപ്പം നല്ല കളക്ഷൻ ഉണ്ടെന്ന് തോന്നിയത് കൊണ്ട് വന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അവരെന്ന് വെച്ചാൽ അനിയത്തി, ആങ്ങള, നാത്തും, മോള്. അപ്പോൾ എല്ലാവരും ചെടിയോട് താല്പര്യമുള്ളവരെ. അപ്പോൾ വന്ന് നോക്കാമെന്ന് വെച്ച് നല്ല കളക്ഷൻ ഉണ്ട്. മാഡം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്? ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ടോ? എവിടെ? സ്റ്റോർഷോപ്പ് ഉണ്ടായിട്ട് 100 ജോലിയൊന്നുമില്ല. വീട് ഇവിടെ ഇല്ലേ? നമ്മളെ അടുത്ത് തന്നെയല്ലേ? നമ്മളെല്ലാം ഇപ്പൊ ആദ്യമായിട്ട് കാണുക ഇല്ലയോ? പക്ഷെ അടുത്താണെങ്കിലും നമ്മളെല്ലാം ഇപ്പൊ ആദ്യമായിട്ടാണ് കാണുന്നത്. സാറിന്റെ പേരെന്താ? സാർ എവിടെ വർക്ക് ചെയ്യുന്നത്? എനിക്ക് ഷോപ്പാണ്, ഒരു ഇന്റർനെറ്റ് ഷോപ്പ്. മടത്തി സ്കൂളുണ്ട് അതിനടുത്തായിട്ട്. മോള് പഠിക്കുവാണോ? ഞങ്ങൾക്ക് ഞങ്ങളുടെ വീട് പണി നടക്കുക. നിങ്ങൾ അത് കഴിഞ്ഞ് എല്ലാം ഒന്ന് സെറ്റ് ആക്കിയിട്ട് വന്ന് നമുക്ക് ആവശ്യമുള്ളത് ഇഷ്ടം പോലെ ചെടികളുള്ളതായിരുന്നു. ഞങ്ങളുടെ ഉമ്മ ഉള്ള സമയത്ത് ചെടിയുടെ ഭയങ്കര ഫാനാ. പക്ഷെ ഉമ്മ ഇപ്പൊ ഒരു 3 വർഷമായി മരണപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ വേറെ ആരും അങ്ങോട്ട് നോട്ടമില്ല. ഇപ്പൊ എല്ലാം ഇന്നൊന്ന് റിയറേഞ്ച് ചെയ്യാൻ വേണ്ടി വീട്ടിൽ ഇപ്പോൾ പണി നടക്കും. അപ്പൊ അത് കഴിഞ്ഞ് നമുക്കിതെല്ലാം ഒന്ന് സെറ്റപ്പ് ചെയ്യണം. ഞങ്ങൾക്ക് 2 പേർക്കും ഉണ്ട് വീട്ടിൽ ഇഷ്ടംപോലെ ചെടി. ആദ്യം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഉമ്മാടെ അത് കണ്ട് ഞങ്ങളിലോട്ടും ഉണ്ട് വന്നതാണ് ഇതിന്റെ ഒരു ക്രേസ്. അവരെല്ലാം നോക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെ ആണല്ലോ ഉമ്മ പോയപ്പോ അതിന്റെ ഒരു പുതിയ വീടൊക്കെ വെക്കുമ്പം നിറയെ പൂക്കളൊക്കെ. പുതിയതല്ല, ഇച്ചിരി മെയിൻ്റെനൻസ് വർക്കൊക്കെ ഉണ്ട്. അതെല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഫ്രണ്ടിൽ ഒരു ഇച്ചിരി വർക്കുണ്ട്. അതെല്ലാം ചെയ്തിട്ട് നമുക്ക് ഇനി ചെടികൾ പുതിയത് കുറേയൊക്കെ കുറേ ഇരിക്കുന്ന അവിടെ എല്ലാം മാറ്റി അവിടെ വെച്ചിരിക്കും. അതെ എല്ലാം ചെയ്യണം. എന്തായാലും നമ്മൾ ഇങ്ങോട്ട് വന്നതല്ലേ, നമുക്ക് കയറി കണ്ട് നോക്കിയിട്ട് പോകാം. നോക്കിയിട്ടുണ്ടല്ലോ. ഇഷ്ടപ്പെട്ട ചെടികളൊക്കെ ഉണ്ടായിരുന്നു. കുറേ ചെടികൾ എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരുപാട് ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരുടെ പരാതിയാണ്. അപ്പം ഞാൻ ഫോൺ നമ്പർ ഇടുന്നില്ലെന്ന്. ഞാൻ മിക്ക പോസ്റ്റിലും ഫോൺ നമ്പർ ആഡ് ചെയ്യാറുണ്ട്. പിന്നെ അഥവാ ഇനി ഫോൺ നമ്പർ കിട്ടാത്തവരുണ്ടെങ്കിൽ ഞാനിവിടെ ഇട്ടിരിക്കാം. അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ റോഡ്, എടക്കുളങ്ങര വഴി വെളുത്തമണൽ കഴിഞ്ഞ് മഞ്ചാടിമുക്ക് എന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് നമ്മുടെ നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. അപ്പം വരാൻ ആഗ്രഹിക്കുന്നവർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ കൊടുക്കുന്ന നമ്പറിലൊന്ന് വിളിച്ചിട്ട് വരുന്നതായിരിക്കും നല്ലത്. അപ്പം വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ച് പറഞ്ഞിട്ടേ വരാവുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ സ്റ്റോക്ക് ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നത് കൊണ്ട് അപ്പോൾ ഒന്ന് നേരത്തെ ഒന്ന് വിളിച്ച് പറയണം. വരുന്നതിന് മുമ്പ് ഒന്ന് വിളിച്ചിട്ടേ എല്ലാവരും വരാവുള്ളൂ കേട്ടോ. പിന്നെ ഓൺലൈൻ വഴി നമ്മൾ വീഡിയോ കോൾ ചെയ്തിട്ടാണ് പ്ലാന്റ് സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കുന്നത്.